ഗളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ കൂടി വന്നിട്ടുണ്ട്. അതിലാണെങ്കിൽ നമ്മുടെ ഈ ഗുണ്ടകളെയൊക്കെ പിടിച്ച് ശാലിനിയും വിഷ്ണുവും നമ്മുടെ ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വിഷ്ണുവും കമലിനും ആദ്യം കയറി ചെല്ലുന്നു. അപ്പം ചന്ദ്രബോസിൻ്റെ മനസ്സിലിരിപ്പെന്ന് വെച്ചാൽ ഇവരെ പിടിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ശാലിനി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. ശാലിനി പറയുകയാണ്, അവിടെ നിൽക്ക്, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ കളക്ടറാണെന്നുള്ള രീതിയിലൊക്കെ ശാലിനി പറയും. അപ്പോൾ നീ എന്തിനിവിടെ വന്നു? അപ്പോൾ ശാലിനി ഒരു വിലയും കൊടുക്കാതെ ചന്ദ്രബോസ് സംസാരിക്കുകയാണ്. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ നിർബന്ധിത ലീവിലല്ലേ ഇപ്പോൾ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കമ്മീഷണർ അങ്ങോട്ടേക്ക് വരികയാണ്. കമ്മീഷണർ പറയാണ്, ചന്ദ്രബോസ്, അതൊക്കെ മേലെ ഞാനുണ്ടല്ലോ, എന്നെ നിങ്ങൾ അംഗീകരിക്കില്ലേ, അല്ലെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമോ എന്നുള്ള രീതിയിൽ അങ്ങ് ചോദിക്കുകയാണ്. അപ്പം ചന്ദ്രബോസിൻ്റെ മുഖം വല്ലാതായി പോവുകയാണ്. അപ്പം നമ്മുടെ തെളിവുകളെല്ലാം നിരത്തി നമ്മുടെ ശാലിനെയും വിഷ്ണുവിനെയും കമലിനെയും രക്ഷിക്കുകയാണ്. അപ്പോൾ കമ്മീഷണർ അവർ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട്, ഈ ചന്ദ്രബോസിന് മുകളിലുള്ള ആളെ പിടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് ശാലിനി ഓൾറെഡി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നേരെ കമ്മീഷണറെ പോയി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും കമ്മീഷണറെ കൂട്ടി ചന്ദ്രബോസിൻ്റെ അടുത്ത് വരുന്നത്. അത് ചന്ദ്രബോസിന് വലിയ അടിയാവുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാകുന്നുണ്ട്. പിന്നീട് ചന്ദ്രബോസിന് സസ്പെൻഷനോ എന്തെങ്കിലും കിട്ടുമോയെന്ന് നമുക്കറിയില്ല. അതൊക്കെ എപ്പിസോഡിൽ ഉള്ള കാര്യങ്ങളാണ്. പ്രൊമോയിൽ ഇത്രയൊക്കെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ സമയത്താണ് നമ്മുടെ ശ്യാമയും പപ്പിമോളെ ഓൾറെഡി പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. പൂട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ശ്യാമ ഡോറ് തുറക്കാനൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ രോഹിത് സുസ്മിതയാണെങ്കിൽ ഡോറ് തുറക്കത്തില്ല. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ അലറി വിളിച്ചോ, നിൻ്റെ ചേച്ചി ഇപ്പോൾ വരും, നിൻ്റെ കളക്ടർ ഇപ്പോൾ വരും നിന്നെ രക്ഷിക്കാനായിട്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിഷ്ണുവും ശാലിനിയും അവിടെ എത്തുകയാണ്. അപ്പോൾ വിഷ്ണു ഇറങ്ങിയിട്ട് ശ്യാമയെ വിളിക്കുന്നു. അപ്പോൾ ശ്യാമയെ കാണുന്നില്ലല്ലോ. അങ്ങനെ ഇവർ അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറി ശ്യാമയെ കുഞ്ഞിനെ രക്ഷിക്കുകയാണ് അവിടെ നിന്ന്. അങ്ങനെ ഇവർ കയറി വരുന്നത് കണ്ടുകൂടെ നമ്മുടെ സുസ്മിതയും രോഹിതും ആകെ വിളറി പിടിച്ചിരിക്കുകയാണ്. ഇതെന്താ സംഭവിച്ചതെന്ന് അവർക്കും അറിയില്ല. അപ്പം നമ്മുടെ ചന്ദ്രബോസ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ശ്യാമയും പപ്പിമോളെയും വിഷ്ണുശാലിനും രക്ഷിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഒതുങ്ങുകയാണ്. അങ്ങനെയാണ് പ്രൊമോ വീഡിയോയിലുള്ളത്. അപ്പം എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.